ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി. എൻജിൻ സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റാം. ഈ രണ്ട് വർക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്. ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്. അത് നമുക്ക് മെയിനായിട്ട് വന്നത് ടാപ്പറ്റ് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. ടാപ്പറ്റ് എന്ന് പറഞ്ഞാൽ വാൽവ് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിടാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുന്ന റബ്ബർ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിയിടണം. അതായത് ഈ റബ്ബർ ഗ്യാസ്കറ്റൊക്കെ ലീക്ക് വരും. ഓൾറെഡി ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളത്. അപ്പോൾ അതും മാറ്റണം. അതിൻ്റെ കവറിൻ്റെ ഈ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോൾസീൽ പോലത്തെ ആയിട്ടുണ്ട്. അതുകൂടി മാറ്റിയാലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി ഓടത്തെ നമുക്ക് അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം. കരിയുടെ പ്രശ്നം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ട് ശരിക്കും എഞ്ചിൻ്റെ അകത്ത്. അത് നമുക്ക് പുറമേ നിന്ന് ഇപ്പോൾ ചെയ്യാവുന്നത് വാൽവൊക്കെ ടാപ്പറ്റൊക്കെ സെറ്റ് ചെയ്യുക, റെഡിയാക്കുക, അത്രയും ചെയ്ത് വിടാം. അത് കൂടാണ്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം കേട്ട് അതൊന്ന് അഴിച്ചു നോക്കിയിട്ടുണ്ട്. അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ വീലും ഈ ബോസ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഐറ്റം കംപ്ലൈൻ്റ് ആണ്. കാരണം ഇതിന് ഒട്ടും പ്ലേ പാടില്ല ശരിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് എത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്, ഇത്ര ഷെയ്ക്ക് ഉണ്ട്. തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ റബ്ബറിൻ്റെ ഈ തന്നെ റോളർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 വെയിറ്റ് സെറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഓൾറെഡി ഇതിവിടെ തേമാനം വന്നിട്ട് ഇതൊക്കെ പൊട്ടിയൊരു അവസ്ഥയിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയുണ്ട്. ഇതിങ്ങനെ പൊളിഞ്ഞാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടി നമ്മൾ കൊണ്ട് ഓടിക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ലൊരു മുഴക്ക സൗണ്ടും കാര്യങ്ങളാണ് വന്നെ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ ഈ പീസെറ്റ് സ്ലൈഡ്, അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന സാധനങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരാം. അപ്പോൾ അതിനകത്ത് ഈ 6 റോളർ സെറ്റ് മാറണം, ഈ അലുമിനിയം വീല് മാറണം, ഈ ഒന്ന് ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞ യൂണിറ്റ് മാറണം. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു വി ബുഷ്, അതായത് അതിൻ്റെ പീസെറ്റ് സ്ലൈഡ് എന്ന് തന്നെ പറയാം, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐറ്റാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ സൈഡ് വന്ന് അടിച്ചടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളത് അഴിക്കാൻ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റണ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, പിന്നെ ഈ റോളർ സെറ്റ്, പീസെറ്റ് സ്ലൈഡ് മാറണം. പിന്നെ ഈ ഹെഡിൻ്റെ അവിടെ വരുമ്പോൾ ഈ ഗ്യാസ്കറ്റും ഈ ബോൾട്ടിൻ്റെ ഉള്ളിലും 2 ഓയിൽ സീലുകളുണ്ട്, അതുകൂടി മാറ്റിയിടണം. എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിൽ ബോട്ട് വാഷ്, ഓറിങ്, ഇത്രയും കേസാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഞാനത് ഈ ക്ലച്ച് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു അല്പം താമസം എന്ന് വർക്കായതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് കയറിയേക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ താമസമാണ്. കുറച്ച് വൈകിയാൽ നമുക്കിന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. ആ രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ആക്കണേ. ഓക്കെ.